Welcome back to my channel, Day 11 Big Boss Season 7. So, കിഡിലും ഡാൻസ് ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങി. ബിഫോർ ദാറ്റ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ടു ഓൾ. ഇന്ത്യ ഈസ് സെലിബ്രേറ്റിംഗ് 79th ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സോ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നേരെ പോയത് ബെഡ്റൂമിലോട്ടാണ്. ബെഡ്റൂമിൽ സെയിം മറ്റേ ജിസേലിന്റെ ഒക്കെ ഇഷ്യൂ, ലൈക്ക് ജിസേൽ വയലേറ്റിംഗ് ദ റൂൾസ്, അതായത് ഇപ്പോഴും മറ്റേ മേക്കപ്പ് സെറ്റും ഫൗണ്ടേഷൻസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുള്ളൊരു ചെറിയൊരു ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോൾ, ഷൈത്യ, ബിൻസി, പിന്നെ നൂറ ആൻഡ് ആദില. അപ്പൊ അവര് തമ്മിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഷീ സ്റ്റിൽ യൂസിങ്, ആള് വയലേറ്റ് ചെയ്യുന്നുണ്ട് ജിസേൽ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നേരെ ക്യാമറ ഫോക്കസ് പോയത് ആഫ്റ്റർ ഡാൻസ് അങ്ങോട്ടായിരുന്നു. പിന്നെ നേരെ വന്നത് പകൽ കൊള്ള എന്നൊരു ടാസ്ക്. ബേസിക്കലി പകൽ കൊള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 3 പേരിലാണ് ബാഡ്ജ് ഉള്ളത്. ആ ബാഡ്ജ് ഈ ഒരു ടാസ്കിൽ ജയിച്ചു കഴിഞ്ഞാൽ ന്യൂ 3 പേർക്ക്, പുതിയ 3 പേർക്ക് കിട്ടും. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടുവേർഡ്സ് സെന്ററിൽ 3 ബാഡ്ജ് വെച്ചിട്ടുണ്ടാവും. പിന്നെ സർക്കിളിൽ എല്ലാ കണ്ടസ്റ്റൻസും നിൽക്കും. എന്നിട്ട് ബസർ കേൾക്കുമ്പോൾ ഫസ്റ്റ് ആ ബാഡ്ജ് 3 എടുക്കുന്ന ആൾക്കാർക്ക് ആ ബാഡ്ജ് കിട്ടും. സോ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഗാഡ്ജറ്റ്സ്, അക്സസറീസ്, എന്താണ് ഡ്രസ്സും ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ ബസർ അടിച്ചു ഫസ്റ്റ്. അപ്പൊ അതിൽ വിന്നറായത് ആര്യൻ, ജിസേൽ, ഷാനവാസ്. സോ ബിഗ് ബോസിന്റെ അതിന്റെ പണി. കാരണം ജിസേൽ കണ്ടിന്യൂസ്ലി എന്താണ് റൂൾസ് വയലേറ്റ് ചെയ്തന്നെ. കാരണം ബിഗ് ബോസ് ബാഡ്ജ് ജിസേലിന് കൊടുത്തില്ല. സോ ആസ്ഡ് ജിസേൽ ടു ഗിവ് ടു സംവൺ എൽസ്. ജിസേൽ സജസ്റ്റഡ് അഭിലാഷ്. സോ പുതിയ ബാച്ച് കിട്ടിയ ആൾക്കാർ ഒന്ന് ആര്യൻ, അഭിലാഷ് ആൻഡ് ഷാനവാസ്. കൺഗ്രാറ്റ്സ് ടു 3 ഓഫ് ദം. പിന്നെ നേരെ ഫോക്കസ് പോയത് ബാക്ക് ടു കിച്ചൺ ആണ് ഈ ഒരു വീക്കിൽ ഏറ്റവും വലിയ ഫോക്കസ് നിറഞ്ഞ ഏരിയ. കാരണം ഇറ്റ്സ് വൺ ആൻഡ് ഓൺലി അനീഷാണ് ആ ക്യാപ്റ്റൻ, കിച്ചണിലെ ക്യാപ്റ്റൻ. സോ മോസ്റ്റ് ഓഫ് ദ ടൈം കോണ്ടന്റ്സ് വരുന്നുകൊണ്ടിരിക്കുന്നത് കിച്ചന്റെ അവിടെ നിന്നാണ്. സോ നേരെ അവിടെ എന്താണ് ഒരുപാട് കാര്യങ്ങളും ചർച്ചകളും ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഡൈനിങ് ടേബിളിലോട്ട് ഫോക്കസ് വന്നു. കലാഭവൻ ഷാരിക പറയുന്നുണ്ടായിരുന്നു ഒരാൾക്ക് എന്താണ് ഈ വീട്ടില് ഫുഡ് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഫുഡ് ഉണ്ടാക്കണം. ദർ ഷുഡ് നോട്ട് ബി എനി സെപ്പറേഷൻ. അതായത് കിച്ചൺ ടീമിന് വേറൊരു ഫുഡ്, ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ ഫുഡ്. സോ എവ്രി വൺ വാസ് സെയിങ് ദാറ്റ്. അങ്ങനെ എല്ലാവരും ആർഗ്യൂ വാസ് അഗെയിൻസ്റ്റ് ദ കിച്ചൺ ക്യാപ്റ്റൻ ആയിരുന്നു. ശരത് അപ്പാനി നല്ല നല്ല സൗണ്ടും വോയിസൊക്കെ റേസ് ചെയ്തു അഗെയിൻസ്റ്റ് അനീഷ്. ഫോർ എവ്രി വൺ ഷുഡ് ഹാവ് ദ സെയിം ഫുഡ്, സെപ്പറേഷൻ പാടില്ല എന്നുള്ളൊരു ഇത് വന്നു. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനു സ്റ്റിൽ എന്താണ് ഇങ്ങനെ നടക്കുന്നുണ്ട്. അനുമോൾ ലൈക്ക് ടു ഗെറ്റ് സം എവിഡൻസ്. അവിടെ ബെഡിന്റെ ഒരു ഡോറിനൊക്കെ തുറന്ന് നോക്കുന്നുണ്ട്. അതായത് ആ ബെഡിൽ എനിക്ക് തോന്നുന്നത് ജിസേൽ ആൻഡ് ആര്യനാണ്. കുറെ ചെക്ക് ചെയ്യുന്നുണ്ട് കൂടുതൽ എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. സോ പ്രത്യേകിച്ചൊന്നും കിട്ടിയിട്ടില്ല. ലൈക്ക് Binny also was saying that Giselle is violating the rules because she can see that in her replies. ഓരോ സമയത്തും ഓരോ റിപ്ലൈ ആണ് ജിസേൽ കൊടുത്തോണ്ടിരിക്കുന്നത്. അതൊന്നും മാച്ച് ആവുന്നില്ല. സോ ബിന്നി ഓൾസോ ബിലീവ് ദാറ്റ് എന്താണ് ജിസേൽ ഈസ് വയലേറ്റിംഗ് ദ റൂൾസ്. അങ്ങനെ അനുമോളും ജിസേലും തമ്മിൽ ചെറിയ വാക്കൊക്കെ ഉണ്ടായി. അപ്പോൾ ജിസേൽ അനുമോളോട് ചോദിക്കുന്നത് നീ ഇതൊക്കെ കണ്ടുപിടിക്കാൻ നീ ആരാണ് ബിഗ് ബോസിന്റെ എന്ന് ചോദിച്ചപ്പോൾ ലൈക്ക് ഒരു ഫണ്ണി വേല ഒരു മാസ് റിപ്ലൈ ഫ്രം അനുമോൾ, ഞാൻ ബിഗ് ബോസ് മാമി എന്നെന്തോ പറഞ്ഞു. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് എന്താണ് അനുമോൾ കൂടുതലും ഈ ഒരു എന്താ പറയുക കഴിഞ്ഞ ഒരു 11 days ഒരുപാട് കരഞ്ഞിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അനുമോളാണ്. ഇതില് മൂപ്പരാൾക്ക് തോന്നുന്നത് ഫാമിലിനൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഐ തിങ്ക് ഷീ വാസ് മെൻഷനിങ് ഷീ ഹാവിൻ സ്റ്റേഡ് ദിസ് മച്ച് ലോങ്. അതായത് ഇത്രയും നാള് ഫാമിലിയുടെ അടുത്തുനിന്ന് അകന്ന് നിന്നിട്ടില്ല. സോ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അനുമോൾ. സോ ആൻഡ് ഷീ വാസ് ക്രൈങ്. അങ്ങനെ കരഞ്ഞിട്ട് അങ്ങനെ ഇതൊക്കെ പോയി. പിന്നെ നേരെ പോയത് കളിയരങ്ങ് എന്ന് പറഞ്ഞിട്ടുള്ള 3rd ടാസ്ക് ആണ്. അതായത് മിഡ് വീക്ക് എവിക്ഷനിൽ ഉള്ള 6 പേർക്കുള്ള ടാസ്ക് ആണ്. അപ്പൊ അതിൽ സഹായികളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് 6 മിഡ് വീക്ക് സസ്പെൻഷനിലെ ആൾക്കാർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. അവരെ സഹായികൾ 2 ആൾക്കാർ. സോ എന്താ പറയാ അത് നേരെ എന്താണ്
കളി തുടങ്ങി. അതിൽ എന്താണ്, എന്താ പരിപാടിയുടെ പേര് എന്ന് പറഞ്ഞാൽ കളി അരങ്ങ് എന്നാണ് ടാസ്കിന്റെ പേര്. കളി അരങ്ങിൽ രണ്ടാൾക്കാർ വന്നിട്ട് ഡാൻസും പാട്ടൊക്കെ ആയിട്ട്, പാട്ട് എന്താണ് ബിഗ് ബോസ് കൊടുക്കും. ദാറ്റ് വിൽ അവർ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക. അതാണ് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഈ മിഡ് വീക്ക് സസ്പെൻഷനിലെ ആൾക്കാർ തന്നെ എന്താണ് റാങ്ക് ചെയ്യണം. ഏറ്റവും ബെസ്റ്റ് പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് അതിൽ ഫസ്റ്റ് വന്നത് കലാഭവൻ ശാരിക, അവർക്ക് വേണ്ടി കളിച്ചത് അക്ബർ ആൻഡ് അനുമോൾ, ആൻഡ് ദാറ്റ് വാസ് ഗുഡ്. ബാക്കിയൊക്കെ അൺഫെയർ റിസൾട്ട് പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ ഡോണ്ട് നോ ഹൗ Renu got second, how O'Neill got third. I didn't know because I felt result was so unfair. ഒരുപാട് പൊളിറ്റിക്സ് നടന്നിട്ടുണ്ട് റിസൾട്ടിൽ, ആൻഡ് ദാറ്റ് വാസ് ഓൾസോ ഡിസ്കസ്ഡ് ബിറ്റ്വീൻ ഫ്യൂ ഹൗസ്മേറ്റ്സ്. അതായത് ചില ഹൗസ്മേറ്റ്സിൽ അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഈ കളിയരങ്ങിൽ പൊളിറ്റിക്കലി ഡ്രിവൺ ആയിരുന്നു റിസൾട്ട്. ഭയങ്കര ഒരു പാർഷ്യാലിറ്റി ഉണ്ടായിരുന്നു. പിന്നെ നടന്നതെന്ന് പറഞ്ഞാൽ ആര്യന്റെ ക്രീം ജിസയിൽ അടിച്ചു മാറ്റി ഉപയോഗിക്കുന്നുണ്ട്. അത് നേരെ അനുമോൾ പൊക്കി, ആൻഡ് ഷീ വാസ് ടോക്കിംഗ് ടു ആര്യൻ അബൌട്ട് ദിസ്. എല്ലാ ഹൗസ് മേറ്റ്സും അത് പറയുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ജിസയിൽ സമ്മതിച്ച് തരുന്നില്ല. ഷീ ഈസ് യൂസിങ് അതർ പീപ്പിൾ സ്റ്റഫ് ഓർ ഹെർ ഓൺ സ്റ്റഫ് വേറെ എവിടെ ഒളിപ്പിച്ച് വെച്ചിട്ട്. സോ അങ്ങനെ പോയി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജിസയിൽ എന്തൊക്കെ തെറിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് നൺ ഓഫ് ദി കോണ്ടസ്റ്റൻസ്, നൺ ഓഫ് ദി ഹൗസ് മേറ്റ്സ് ആരും റിയാക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് വാസ് ക്വൈറ്റ് സർപ്രൈസിങ് ഫോർ മീ. ഇതിപ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു ആണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു എന്താണ് ആണുങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഈ ഒരു തെറി പറയുകയാണെങ്കിൽ വലിയൊരു ബോംബായി മാറുമായിരുന്നു. ബട്ട് സ്റ്റിൽ ജിസയിൽ അത് ഒരു തെറി പറഞ്ഞപ്പോൾ ഒരാളും മൈൻഡ് ചെയ്തിട്ടില്ല, ഒരൊറ്റ ആൾ റിയാക്ട് ചെയ്തിട്ടില്ല. ദാറ്റ് ക്വൈറ്റ് ഷോക്കിംഗ്. എനിക്ക് തോന്നുന്നത് ജിസയിൽ ചെയ്യുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഒരു ഹൗസ് മേറ്റ്സ് പോലില്ല. ഇവിടെ ശൈത്യം അനുമോളും ഉണ്ടെങ്കിലും ബട്ട് ആണുങ്ങളെ സൈഡിൽ നിന്ന് ഒരാൾ പോലും ഇല്ല അതിൽ. ഇറ്റ്സ് ക്വൈറ്റ് വിയേർഡ് ആൻഡ് എന്താണ് ഭയങ്കര ഒരു എന്തോ അത് ആരും ഒന്നും റിയാക്ട് ചെയ്യാത്തതെന്നാന്ന് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പൊ മൂപ്പരാൾ റൂൾസും വയലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നോ വൺ ഈസ് റിയാക്ടിങ്. അനുമോൾ പിന്നെ അത് കണ്ടിന്യൂസ് ആയി പറയുന്നുണ്ട്, ഈ ആണുങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ എന്താണ് ഒന്നിനും റിയാക്ട് ചെയ്യുന്നില്ല, ജിസേലിന്റെ ഈ ഒരു റൂൾസ് വയലേഷനെതിരെ ആരും ഒന്നും സംസാരിക്കുന്നില്ല. യെസ്, ആക്ച്വലി നോ വൺ ഈസ് റിയാക്ടിങ് ഫോർ ദാറ്റ്. ജിസേലിന് കൊമ്പുണ്ടോ എന്നുള്ളൊരു ചോദ്യം അഗെയിൻ ഐ എം ആസ്കിങ് ഇൻ ദിസ് എപ്പിസോഡ് ആസ് വെൽ. ജിസേലിന് സ്പെഷ്യൽ പവറോ ഒന്നുമില്ല, ബട്ട് ജിസേൽ ഈസ് കണ്ടിന്യൂസ്ലി വയലേറ്റിംഗ് ദ റൂൾസ്, ആൻഡ് ബിഗ് ബോസ് ഓൾസോ അതിന് ചെറിയൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരെ പോയത് കൈക്കുള്ളവൻ കാര്യക്കാരൻ അങ്ങനത്തെ ഒരു ടാസ്ക് വന്നു. അത് മിഡ് വീക്ക് എവിക്ഷനിൽ മിഡ് വീക്ക് സസ്പെൻഷനിലെ ആൾക്കാർക്കുള്ള ടാസ്ക് ആയിരുന്നു. അത് കളിക്കേണ്ടത് ഈ സെയിം കോണ്ടസ്റ്റന്റ്, നോ സഹായികൾ. അതിൽ രണ്ട് റൗണ്ട് ആയിരുന്നു. രണ്ടിലും ഫസ്റ്റ് ബസറിന്റെ അവിടെ പോയി നിന്നത് അനീഷായിരുന്നു. എന്നിട്ട് മിഡ് വീക്ക് സസ്പെൻഷൻ ഇന്ന് അറിഞ്ഞു. 2 people ഗോട്ട് മിഡ് വീക്കിൽ സസ്പെൻഡ് ആയത്. ഒന്ന് ഒനിയൽ, 2 കലാഭവൻ KB, അല്ല ഷാരിക KB. കലാഭവൻ ഷാരിക കലാഭവൻ ഷാരിക, ഐ ഓൾവേസ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. സോ ഒനിയൽ ആൻഡ് ഷാരിക KB ഗോട്ട് മിഡ് വീക്ക് സസ്പെൻഷൻ. അവരെ പിന്നെ അത് സസ്പെൻഡ് ചെയ്തു. മെയിൻ ഡോറിൽ കൂടെ എക്സിറ്റ് ആയി. ആഫ്റ്റർ ദാറ്റ് കാണിച്ചിട്ടില്ല ഇന്ന് എവിടെ പോയതാണോ എവിടെയാണുള്ളത്. ഐ റിയലി തിങ്ക് അവർ ഏതെങ്കിലും സേഫ് റൂമിൽ ഉണ്ടാവും, ആൻഡ് ദേ വിൽ ബി വാച്ചിങ് ഓൾ ദീസ് കോണ്ടസ്റ്റൻസ്. അതായിരിക്കും ബിഗ് ബോസിന്റെ പ്ലാൻ എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നേരെ പോയത് എന്താണ്, കിച്ചൺ ഏരിയയിലായിരുന്നു. ലൈക്ക് സ്മോൾ കോൺവെർസേഷൻസ്, ലൈക്ക് അനീഷ് അവനെ സപ്പോർട്ട് ചെയ്യണമെന്ന് അവിടുത്തെ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. സോ ആര്യൻ, അപ്പാനി, ശരത്, അക്ബറൊക്കെ പറയുന്നുണ്ടോ സപ്പോർട്ട് ചെയ്യാൻ നീ ആദ്യം നന്നാവണം, കുറച്ചെങ്കിലും ബോണ്ട് കാണിക്കണം, ഹ്യൂമാനിറ്റി കാണിക്കണം. സോ അങ്ങനെ ചെറിയ ചെറിയ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നെ അപ്പാനി ശരത് അഗെയിൻസ്റ്റ് അനുമോൾ, ലൈക്ക് അനുമോൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല, അങ്ങനെ എന്തൊക്കെയോ ചെറിയ ചെറിയ കോൺവെർസേഷൻ ഹീ സ്പ്രെഡിങ് ബിറ്റ്വീൻ ബിന്നിയും കുറച്ച് ആൾക്കാരെ കൂടെ. പിന്നെ നേരെ പോയത് ഒരിടത്തിൽ ഒരു ലൈഫ് സ്റ്റോറിയിലോട്ട്, വിച്ച് ഈസ് ഐ എം നോട്ട് ഈവൻ ഇൻട്രസ്റ്റഡ്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇത് കാണാത്തത്, വൈ യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ്? ബിക്കോസ് അതിൽ പറയുന്നത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് വി നെവർ നോ. സോ അത് കണ്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി കണ്ടിന്യൂ ചെയ്യുള്ളൂ. ആ ഒരു ടാസ്ക് ഞാൻ കാണലല്ല. ബിക്കോസ് ശരിക്കും സത്യമാണോ അത് അഭിനയിക്കുകയാണോ എന്ന് വി നെവർ നോ. സോ ഐ ജസ്റ്റ് കീപ് ദിസ് ടാസ്ക് ഒരിടത്ത്. പിന്നെ ചില ആൾക്കാർ പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കാം ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫേക്ക് ആണെന്ന്. സോ നോ നീഡ് ഓഫ് വാച്ചിങ് ദാറ്റ്. പിന്നെ നേരെ അക്ബർ
അനീഷിന് വേണ്ടി ഒരു പാട്ട് ടുവേഴ്സ് ദ എൻഡ് ഓഫ് ദി അറൌണ്ട് 12 o'clock ആകുമ്പോൾ that's the quick wrap for day 11 Big Boss season 7 മലയാളം. ഓൾമോസ്റ്റ് എവരി കോണ്ടസ്റ്റൻസ് കുഴപ്പമില്ലാണ്ടൊക്കെ കളിക്കുന്നു. ഇപ്പോഴും രണ്ടോ മൂന്നോ ആൾക്കാർ ഭയങ്കര സൈലന്റ് ആയിട്ട്, ഒന്ന് അഭിലാഷ് വെരി സൈലന്റ്, അതിനേക്കാൾ വലിയ സൈലന്റ് ആണ് രേണുസുതി. ഐ സ്റ്റിൽ ഡോണ്ട് നോ വൈ ഷീ ഈസ് സ്റ്റിൽ ഇൻ ദ പ്രോഗ്രാം. ഷീ ഈസ് വെരി സൈലന്റ്. പാർഷ്യാലിറ്റി ഒന്നുമില്ല. ലൈവ് ആൻഡ് എപ്പിസോഡ് കാണുന്ന ആളുകൾക്ക് അറിയാം ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്യണത്, ആരൊക്കെയാണ് കളിക്കുന്നത്, ആരൊക്കെയാണ് സൈലന്റ്. ബട്ട് ഞാൻ പറയുന്നു, രേണുസുതി ഈ വീട്ടിൽ നിൽക്കേണ്ട ആളേ അല്ല. there is zero involvement from her. So that's it. Day 11, day 12 കാണാം. And tomorrow morning going for Cooley. So yeah, day 12 review ആയിട്ട് ഞാൻ വരും. So again, happy Independence Day to everyone over there. Good night.